ഇന്ത്യയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഒരു വലിയ ക്യാമ്പയിൻ ആകാംക്ഷ ഇന്നലെ ഓഗസ്റ്റ് 5 സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. അതിന് പറഞ്ഞ കാരണങ്ങളിലൊന്ന്, ആദ്യമേ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കാണുന്നു, തൊട്ടു പിന്നാലെ അമിത്ഷാ കാണുന്നു, അത് കഴിഞ്ഞ് അജിത് ഡോവൽ വന്നിട്ട് മോദിയെ കാണുന്നു. ആകെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. മെഹബൂബ മുഫ്തി കാശ്മീരിൽ നിന്ന് പറയുകയും ചെയ്തു, ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ വല്ലാത്ത ടെൻഷനായി. നോക്കുമ്പോൾ ഇങ്ങനെ ഈ മോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഓഗസ്റ്റ് 5 എന്നുള്ള ഡേറ്റിന് വലിയ പ്രത്യേകതയുണ്ട്. ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അങ്ങനെ ഓഗസ്റ്റ് 5 ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഓഗസ്റ്റ് 5 എന്ത് സംഭവിക്കും? ചിലർ പറഞ്ഞു ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചത് ഓഗസ്റ്റ് 5 ബംഗ്ലാദേശിൽ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു ചിലപ്പോൾ മിക്കവാറും ഈ കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും. ചിലർ പറഞ്ഞു കാശ്മീരിനാണ്, ചിലർ പറഞ്ഞു ജമ്മുവിനാണ് എന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് പ്രഖ്യാപിക്കാൻ പോവാണ് എന്നിങ്ങനെ ഒരുപാട് സ്പെക്കുലേഷൻസ് വന്നു. അതിനിടയ്ക്ക് ചില ആളുകൾ കടത്തി പറഞ്ഞു മോദി രാജിവെക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെ ഊഹാപോഹങ്ങളുടെ ഒരു ദിവസമായിരുന്നു ഓഗസ്റ്റ് 5. ഓഗസ്റ്റ് 5 അങ്ങനെ എന്തെങ്കിലും സവിശേഷത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമോ എന്ന് തോന്നിയായിരുന്നോ? സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടത് പറയാം. സംഭവിച്ചോ? സത്യപാൽ മാലിക് മരിച്ചു. കഴിഞ്ഞ ഏതൊരു സ്ത്രീ പ്രവചിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല, ലോകത്തെ എവിടെയൊക്കെ ഇടിഞ്ഞു അങ്ങനെ ആരാണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയല്ല. എന്നാ അവര് എന്തുകൊണ്ട് ഒരു പ്രവാചക അവർ പറഞ്ഞത് സംഭവിച്ചിരുന്നു, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സത്യപാൽ മാലിക്കിനെ ഗവർണറാക്കി മോദി സർക്കാർ വിട്ടു. പിന്നെ മോദിക്കെതിരായി അങ്ങേര്. അപ്പോൾ അങ്ങേര് മരിച്ചുപോയി. ഏതായാലും ഈ ദിവസം ഇത് നരേന്ദ്രമോദി രാഷ്ട്രപതി മുർമുവിനെ 2-3 തവണ തുടർച്ചയായിട്ട് കണ്ടു. അതിനുശേഷം അമിത്ഷാ അവരെ കണ്ടു. ഇതൊക്കെ നോക്കി നിൽക്കുന്ന ആളുകൾക്ക്, ഈ ഡൽഹിയിലിരിക്കുന്ന മാപ്രകൾക്ക് ഇപ്പോൾ ഒന്നും തിരിയുന്നില്ലല്ലോ, ഒരു വിവരവും കിട്ടുന്നില്ല. കുറെ കാലം BJPയുടെ പ്രസിഡന്റ് വനിതയായിരിക്കും പറഞ്ഞിട്ട് കുറെ വനിതകളുടെ കഴിച്ചു. സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും. പുരന്ദരേശ്വരിയുടെ പേരോ കുറെ പേരുകളൊക്കെ ഇങ്ങനെ ദളിതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറെ ദളിത് പേരുകൾ ഇങ്ങനെ ഒരുപാട് ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു വിവരവും ഇവർക്ക് കിട്ടുന്നില്ല. ഇവിടെ നിന്ന് പോകുന്ന MP-മാർക്ക് തന്നെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലല്ലാതെ ഒരു സ്ഥലത്തും പ്രവേശനം മന്ത്രിമാരുടെ അടുത്തില്ല. ഒരു കാര്യവും നടക്കില്ല. ഇതൊക്കെ ഇവിടെ നിന്നുള്ള MP-മാർ തന്നെ നമ്മളോട് പറയാറുണ്ട്. ഞങ്ങൾ ജയിച്ചു, പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഇനി MP ആവണമെന്ന് ആഗ്രഹവും ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അല്ലേ, ഈ മന്ത്രിമാരുടെ ഓഫീസിൽ കയറി ഇരുന്ന് ചുമ്മാ ഇരുന്ന് സ്വറ പറയുക, പരദൂഷണം പറയുക, ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുക, ആ പരിപാടി തീർന്നു. 1.5 മണിക്കൂറൊക്കെ വെറുതെ മന്ത്രിക്ക് ചിലവായി പോകുമല്ലോ. ഈ പോയി രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ കോൺഗ്രസ് മന്ത്രിമാരും ഒക്കെ S. കൃഷ്ണകുമാറിനെ കാണാൻ ഒരാൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിവസം പോകും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കണം. അതാണ് പണിയെടുക്കാൻ മാത്രമേ മന്ത്രിമാരെ അവിടെ പണിയെടുത്തില്ലെങ്കിൽ പണി പോകും. പോവും. എല്ലായിടത്തും ചാരന്മാരും ഒക്കെ ഉണ്ട്, കോഴമടിച്ചാലും ഒക്കെ അറിയും. അപ്പോൾ ഒമർ അബ്ദുള്ള പറഞ്ഞു സംസ്ഥാന പദവി എന്തായാലും ഉടനെ കിട്ടുന്നതായിട്ട് എനിക്ക് വിവരമില്ല. ഒന്നാമത് ഇപ്പോൾ സംസ്ഥാന പദവി കൊടുക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. കുറേയും കൂടി അവിടെ ശരിയാകാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ മൺസൂൺ സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് വരാം എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. അപ്പോൾ അമിത്ഷാ ജമ്മു കശ്മീരിൽ നിന്നുള്ള ചില നേതാക്കളെ കണ്ടിരുന്നു. ഇതാണ് ഈ ജമ്മു കശ്മീരും ഇതിൻ്റെ കൂട്ടത്തിൽ വരാനുള്ള കാര്യം, സംസ്ഥാന പദവി കൊടുക്കുന്നുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെയും കണ്ടിരുന്നു. അതുപോലെ NDA MP-മാരുടെ മീറ്റിംഗ് ചൊവ്വാഴ്ച മോദി വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി ചേർക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ 2019 ഓഗസ്റ്റ് 5 370 പിൻവലിച്ചത്. എന്നിട്ട് കശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറീസാക്കി, JNK, ലഡാക്ക്. അപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രപതിയെ മോദി കണ്ടു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പ്രസ്താവന ഉണ്ടാവും, പത്രക്കുറിപ്പ്. ആ റിലീസ് വന്നില്ല ഇത്തവണ. അതാണ് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അമിത്ഷാ പോയിട്ട്
ദ്രൗപദി മുർമുവിനെ കണ്ടു. ഈ മാസം ആദ്യത്തെ 2 ദിവസം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ JNK BJP ചീഫ് സത് ശർമ്മയെ കണ്ടിരുന്നു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്തയെയും കണ്ടിരുന്നു ആ പ്രദേശത്ത്. ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ കൂട്ടി വായിക്കുന്നതിൻ്റെ കുഴപ്പം. ആ സമയത്ത് അവർ വേറെയും ഇതുപോലത്തെ കുറേ ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളിത് മാത്രം എടുത്ത് നോക്കുമ്പോഴാണ് വേറെ കുറേ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഗവർണർമാരെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തിങ്കളാഴ്ച ഓൾ JNK ഷിയ അസോസിയേഷൻ പ്രസിഡന്റ് ഇമ്രാൻ റാസ അൻസാരി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പേരാണ്. അദ്ദേഹത്തിനെ അമിത്ഷാ കണ്ടു. ഷിയകളുടെ നേതാവ് കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് 5-ാം തീയതി എന്തോ സംഭവിക്കും എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഫോളോ ചെയ്യുന്നൊരു എഴുത്തുകാരനുണ്ട്, പഴയ പട്ടാള ജനറൽ, റിട്ടയേർഡ് ജനറൽ എഴുത്തുകാരനുമാണ് കൻവാൽജീത് സിംഗ് ധില്ലൻ. അദ്ദേഹം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, ധൃതിയിൽ ഒന്നും വേണ്ട. ഇത് ഈ സംസ്ഥാന പദവി ധൃതിയിൽ ഒന്നും വേണ്ട, നമ്മുടെ ഒരുപാട് ജീവൻ അവിടെ നഷ്ടപ്പെട്ടതാണ്, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നു. അതോടുകൂടി ഈ സംസ്ഥാന പദവി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് ഈ ധില്ലൻ പറഞ്ഞതോടുകൂടി ഏതാണ്ട് വ്യക്തമായിരുന്നു. അപ്പോൾ ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന പദവി തരികയാണെങ്കിൽ സംസ്ഥാനം പദവി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ വേറെ തെരഞ്ഞെടുപ്പ് നടക്കണം. ഈ നേരത്തെ നടന്ന പോലെ തന്നെ. അതിപ്പോൾ നാളെ ആണെങ്കിലും ഒരു 3 മാസം കഴിയുമ്പോൾ വേറെ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കണം. ഞാൻ അതിന് തയ്യാറാണെന്നൊക്കെ ഒമർ അബ്ദുള്ള നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൂണിൽ തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, നിയമസഭ പിരിച്ചുവിടാൻ എനിക്ക് വിരോധമില്ല, തെരഞ്ഞെടുപ്പ് ആകാം. അത് പക്ഷെ ഒമർ അബ്ദുള്ളയുടെ വിരോധമൊന്നും നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ ഒമർ അബ്ദുള്ള BJPയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അതെ അവിടെ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും BJPയുടെ കൂടെയാണ്. അതെ, BJPയുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ സംസാരിക്കണമെന്ന് ബാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സൗകര്യപ്പെടാൻ സാധ്യതയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഈ നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു എന്നുള്ളത്. അതിപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ സകലരുടെയും ആഗ്രഹമാണ്. മോദി കാരണം തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റില്ല, എന്നാലൊന്ന് രാജിവെച്ച് മാറത്ത, അങ്ങനെങ്കിലും എനിക്കൊന്ന് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ എന്നാണ് ഈ പപ്പു മോഹിച്ച് നടക്കുന്നത് ഇപ്പോൾ. അപ്പം നരേന്ദ്രമോദി എന്തിനാണ് രാജിവെക്കുന്നത്? ഇപ്പം അദ്ദേഹം അല്ലാതെ നിങ്ങൾക്ക് മറ്റേ ആരുണ്ട് പ്രധാനമന്ത്രിയാക്കാൻ എന്നൊക്കെ ഞാൻ ഇത് പറഞ്ഞ RSS നേതാക്കളോട് തന്നെ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നെ ദൈവം അയച്ചതാണ് എന്ന് പറഞ്ഞത് കൂടിപ്പോയി, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഈ RSSലെ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ 75 വയസ്സ് എന്നാവും എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. 75 വയസ്സാണല്ലോ. അപ്പോൾ അദ്ദേഹം അദ്വാനിയൊക്കെ വയസ്സും അതും ഇതുമൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞയച്ചത്, അപ്പോൾ അത് അദ്ദേഹത്തിനും കിട്ടില്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. 75 വയസ്സ് അടുത്ത മാസം മോദിക്ക് ആകും. അപ്പോൾ 75 വയസ്സായതുകൊണ്ട് മോദി എന്തായാലും വിരമിക്കാൻ മാത്രമൊന്നും ഈ ട്രംപിൻ്റെ കുഴപ്പമൊന്നും മോദിക്കില്ല. മോദി ഹെയിൽ ആൻഡ് ഹാർട്ടി ആണ്, നന്നായിട്ട് ആരോഗ്യം നോക്കുന്ന ആളുമാണ്. പിന്നെ മര്യാദക്കാണ് നമ്മുടെ രാജ്യവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ മോദി കണ്ട ഉടനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ മറ്റോ അമിത്ഷാ കണ്ടിട്ടുണ്ടെങ്കിൽ പകരം പ്രധാനമന്ത്രിയായിട്ട് അമിത്ഷായെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാവുന്ന വിധത്തിലാണ് ഇവർക്ക് കാര്യങ്ങൾ പോയത്. പിന്നെ ഇതുപോലെ മന്ത്രിസഭ അഴിച്ചുപണിയോ മറ്റേ നിയമം അല്ലേ, CAA, UCC തുടങ്ങിയ നിയമങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത്. പക്ഷെ അതൊക്കെ ഈ മലയാളത്തിൽ സാധാരണ പറയുന്നത് പോലെ ചീള് കേസുകളായിരുന്നു. പിന്നെ ഡീമോണിറ്റൈസേഷൻ പോലെ ഒരു പരിപാടിക്കൊന്നും ഇപ്പോൾ സ്കോപ്പില്ല.
പിന്നെ തീരുവ പോലുള്ള കാര്യത്തിൽ നമ്മൾ അമേരിക്കയ്ക്കെതിരെ അടിക്കും എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ആക്ഷനായിട്ട് അങ്ങനെ പോകേണ്ട കാര്യമേ ഉള്ളൂ. അതിന് പ്രഖ്യാപനത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഞാൻ രാജിവെക്കുകയാണെന്നുള്ളത് മോദി ടെലിവിഷൻ അഡ്രസ്സിലോ ദൂരദർശനിലോ ഒന്നും പറയേണ്ട കാര്യമല്ല. മാത്രമല്ല മോദി പോയി ഇനി ദ്രൗപദി മുർമുവിനോട് ഞാൻ രാജിവെക്കാൻ പോവുകയാണ്, അങ്ങയോട് ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങൊന്ന് മോഹൻ ഭാഗവതിനെ വിളിച്ച് പറയണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആവുമ്പോൾ അങ്ങനെ അങ്ങ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞൊരു ആരോപണം വരും. എനിക്കിങ്ങനെ തുടരാൻ കഴിയും. അതൊന്നും അല്ല മോദി, ഇങ്ങനെ ഒന്നും അല്ല മോദി. കാരണം മോദി എന്നെ സന്യസിക്കാൻ തയ്യാറല്ല. ഇതൊരു വെറുതെ ആളുകളുടെ ഒരു വളരെ വൈൽഡ് സ്പെക്കുലേഷനാണ്. നരേന്ദ്രമോദിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിലില്ല, അതിനുള്ള സാധ്യതയുമില്ല. ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു യോഗി ആദിത്യനാഥിനെ എങ്ങനെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടൊക്കെ അവതരിപ്പിക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ആഗോള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ആകെ കുളമാക്കി വെച്ചിരിക്കുകയാണ് ഈ ട്രംപ്. അതൊക്കെ നല്ല അപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ആയിട്ട് ലോകരാഷ്ട്ര തലവന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാൾ ഇവിടെ ഉണ്ടാവേണ്ടത് അനിവാര്യ ഘട്ടമാണിത്. കാരണം ഇതിപ്പോൾ നല്ലൊരു ടീമാണ്, ബോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ടീമാണ്, ബോൾഡായിട്ട് സംസാരിക്കുന്ന ആളുകളുമാണ്. ഇന്ത്യയുടെ അഭിമാനം ലോകത്ത് ഉയർന്നു നിൽക്കുന്ന സന്ദർഭവുമാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുല ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ധൈര്യം തന്നെ ഇന്ത്യയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതെ തീർച്ചയായും. അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും മോദി ഒന്ന് മാറണം എന്നാഗ്രഹിച്ചവർക്ക് പറയാം, മോദി കണ്ടത് ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന് പറയാനാണ് ദ്രൗപദി മുർമുവിനെ കണ്ടത്. വേണ്ട മോദിജി, അങ്ങ് രാജിവെക്കണ്ട, അങ്ങ് തന്നെ തുടരണമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. അതുകൊണ്ടാണ് മോദി രാജിവെക്കാത്തത് എന്നൊക്കെ കഥ വേണേൽ അടിച്ചിറക്കാം. കഥകൾക്ക് ഒരു നിമിഷത്തിൻ്റെ ആയുസ് പോലും ഇല്ല. അതും സത്യത്തിൽ മണ്ടത്തരം. എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ അടുത്ത് അങ്ങനെ മോദി പോവുകയാണെങ്കിൽ ആ രാജിക്കത്ത് അങ്ങ് കൊടുക്കാനാ പോവുക, അല്ലാതെ ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വെറുതെ കഥകൾ ഉണ്ടാക്കുകയാണ്. പിന്നെ ഒരു ദിവസം വരുന്നു, ചില മീറ്റിങ്ങുകൾ നടക്കുന്നു. ഈ മെഹബൂബയാണ് ഇത് കുഴപ്പമാക്കിയത്, ഇന്ന് ചിലത് നടക്കും എന്ന് അവർ പറഞ്ഞതോട് മെഹബൂബ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങൾ, കശ്മീരിനെ സംബന്ധിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ നടക്കും എന്നവർ പറഞ്ഞു. ഉമർ അബ്ദുള്ള തിരിച്ചും പറഞ്ഞു. അതോടുകൂടിയാണ് എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സ്പെക്കുലേഷൻ. കശ്മീർ നേതാക്കളൊക്കെ കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരെയും ഒരു ദിവസം കാണുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റിയത് ഇങ്ങനെ ഇത്രയും മാപ്രകൾക്ക് വിവരമുണ്ടായുള്ളൂ. അപ്പോൾ മാപ്രകൾ എഴുതും മോദി രാജിക്കൊരുങ്ങി, മുർമു തടഞ്ഞു. മുർമു മോഹൻ ഭാഗവതിനെ വിളിച്ചിട്ട് തടഞ്ഞു, അയ്യോ അച്ഛാ പോകല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.